മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ആശാവർക്കർമാർ തങ്ങളെ തിരിഞ്ഞു നോക്കാതെയാണ് മുഖ്യമന്ത്രി ചെന്നൈക്ക് പോയത്. ഇത്രയും വില കുറഞ്ഞ ഒരു ഭരണാധികാരിയാണോ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന വിമർശനം. വളരെയധികം മനോവിഷമമുണ്ടെന്നും ആശാവർക്കർമാർ പറയുന്നു. കൺമുന്നിലിരിക്കുന്നത് കാണാനുള്ള കണ്ണില്ലാതെ തമിഴ്നാട്ടിലോട്ട് പോകാനുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല പാവത്തിന്. അതിനെല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ മുന്നിലിരിക്കുന്ന പ്രജകളെ, അദ്ദേഹത്തിൻ്റെ വോട്ടർമാരെ കാണാൻ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോ അവരുടെ കുടുംബത്തിലുള്ളവരൊക്കെ വോട്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ ഈ ഭരണ സംവിധാനം വന്നത്. അപ്പം ആ വോട്ടർമാരെ കാണാനുള്ള മനസ്സ്, കാഴ്ചശക്തി ഇല്ലാതെ അതെന്ത് പറയാനെന്നറിയില്ല. എന്താണ് പറഞ്ഞ് ഫലിപ്പിക്കേണ്ടതെന്ന് ശരിക്കും പറഞ്ഞ് അറിഞ്ഞുകൂടാ. സത്യമാണത്. മനുഷ്യത്വം മരവിച്ചു പോയ ഒരു അവസ്ഥയായിപ്പോയി. മുഖ്യമന്ത്രിക്ക് ചെവിയില്ല, കാതില്ല. ചെവിയില്ല, കണ്ണില്ല. ആരോഗ്യമന്ത്രിക്ക് ചെവിയും കണ്ണുമില്ല. ധനമന്ത്രിക്കും ചെവിയുമില്ല, കണ്ണുമില്ല. ഇതാണ് ഇപ്പോഴത്തെ ഇത്. ഞങ്ങൾ കഴിഞ്ഞ 41 ദിവസമായി രാപകലില്ലാതെ ഈ വണ്ടിയുടെ പുകയും, അറിയാമല്ലോ ഇവിടുത്തെ മുഴുവൻ ചലനങ്ങളും നമ്മൾ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും നമ്മുടെ ബഹുമാന്യായ ആരോഗ്യമന്ത്രിയോ നമ്മുടെ ബഹുമാനമായ ധനമന്ത്രിയോ നമ്മുടെ മുഖ്യമന്ത്രി എന്തിനു വേണ്ട എത്ര മന്ത്രിമാരുണ്ട്, ഒരു നല്ല വാക്ക് വന്ന് പറഞ്ഞ് ഞങ്ങളെ വന്ന് കാണാൻ ഒരു 2 മിനിറ്റ് മതിയല്ലോ മുഖ്യമന്ത്രിക്ക്. ഈ 41 ദിവസമായിട്ട് 3 ദിവസമായിട്ട് ഞങ്ങൾ നിരാഹാര. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഞങ്ങളൊന്ന് വന്ന് കാണാതെ ചെന്നൈയിലേക്ക് ഈ കൂടിക്കാഴ്ചയ്ക്ക് പോയി എന്നറിഞ്ഞതിൽ ഒരുപാട് വിഷമമുണ്ട്. കാരണം കേരളത്തിന് വേണ്ടി 1-ാം സ്ഥാനം നേടിക്കൊടുക്കുന്നവരാണ് ഞങ്ങൾ ആശമാർ. എന്ത് കാര്യത്തിന് 1-ാം സ്ഥാനം കിട്ടുന്നത് ഞങ്ങൾ ചെയ്യുന്ന ജോലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം അതുകൊണ്ട് മുഖ്യമന്ത്രി ഞങ്ങളെ ഒന്ന് വന്ന് കണ്ട് ഞങ്ങളോട് എന്താണ് നമ്മുടെ കാര്യം എന്ന് ഇതുവരെ വന്ന് അന്വേഷിച്ചിട്ടില്ല. അപ്പം ആ സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തുനിന്ന് ഒരു 2 മിനിറ്റ് വേണ്ട ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് വരാൻ. അപ്പം അത് ഒരു വലിയ വിഷമമായിട്ടാണ്. പക്ഷേ ഞങ്ങൾ ഈ സമരം, ഞങ്ങൾ ഈ നിരാഹാരം നിർത്തൂല. ഞങ്ങളെ അവകാശങ്ങൾ നേടിയെടുത്തല്ലാതെ ഇവിടുന്ന് പോവില്ല. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുകയാണ്. ശ്രീനന്ദ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും അതിരൂക്ഷമായ ഭാഷയിലാണ് ആശമാർ വിമർശിച്ചത്. വലിയ പ്രതിഷേധം തന്നെയാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെ നിലപാടിനെതിരെ ഉയരുന്നത്, അല്ലേ? തീർച്ചയായിട്ടും കെ പി, അതിരൂക്ഷ വിമർശനം തന്നെയാണ് ആശാ വർക്കർമാർ ഇപ്പോൾ സർക്കാരിനെതിരെ ഉന്നയിക്കുന്നതെന്ന് പറയാം. ഇപ്പോൾ 41 ദിവസമായിരിക്കാണ് ആശാ വർക്കർമാർ ഇവിടെ സമരം തുടങ്ങിയിട്ട്. ഇന്ന് ആശാ വർക്കർമാരുടെ നിരാഹാരം തുടങ്ങിയിട്ട് 3-ാം ദിവസമായിരിക്കുന്നത്. ഈ 3 ദിവസമായപ്പോഴേക്കും ആശാ വർക്കർമാർ അവരുടെ ആരോഗ്യസ്ഥിതിയിലുള്ള മാറ്റങ്ങൾ വരാൻ തുടങ്ങി, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. എന്നിങ്ങനെ ഇരിക്കെയാണ് മുഖ്യമന്ത്രി ഇന്ന് ചെന്നൈയിൽ അവിടെയുള്ള മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനുമായുള്ള കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് എന്തിനാണ് മുഖ്യമന്ത്രി 2 മിനിറ്റ് മാത്രം മതി മുഖ്യമന്ത്രിക്ക് ഒന്ന് തങ്ങളെ വന്ന് കാണാനെന്ന് ആശമാർ ഉറക്കെ പറയുന്നു. എന്നിട്ടും എന്താണ് തൻ്റെ മൂക്കിൻ്റെ തുമ്പത്തുള്ള ഈ ഒരു ആശാ വർക്കർമാരെ വന്ന് കാണാൻ മുഖ്യമന്ത്രി യാതൊരു തരത്തിലുമുള്ള നീക്കുപോക്കുകളും ഉണ്ടാക്കാത്തത്? കഴിഞ്ഞ ദിവസം NHM അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയും ആശാ വർക്കറുമായി ചർച്ച നടത്തിയെങ്കിലും ആ ചർച്ച തികച്ചും ഒരു പരാജയമായിരുന്നു എന്ന് തന്നെ ആശാ വർക്കർമാർ നമ്മളോട് പ്രതികരിച്ചിരുന്നു. തുറന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്ന മുഖ്യമന്ത്രി ചെന്നൈയിലേക്ക് പോയിരിക്കുന്നു. അത്രയും ദൂരം അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ ഇവിടെ തൊട്ട് മുൻപിലുള്ള ആശാ വർക്കർമാരെ വന്നൊന്ന് കാണാനും അവരോട് സംസാരിക്കാനുമുള്ള പ്രശ്നം എന്താണ് എന്നാണ് ആശമാർ ഇവിടെ ഉന്നയിക്കുന്നത്. നമുക്ക് ചിജിയോട് ചോദിക്കാം. ചിജി, എന്താണ് നമ്മുടെ മുഖ്യമന്ത്രി ചെന്നൈയിൽ പോയി അവിടെ മുഖ്യമന്ത്രിയെ കണ്ടു, അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്, ഇവിടെ ഒന്ന് കാണാൻ വരാൻ പോലും കൂട്ടാക്കുന്നില്ല എന്ന് നേരത്തെ പ്രതികരിച്ചായിരുന്നു. എന്താണ് അതിൽ പറയാനുള്ളത്? മുഖ്യമന്ത്രി ഇന്ന് 41 ദിവസമായിട്ടും ദേശാടനത്തിലാണ്. അത് അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ്. ഞങ്ങളിന്ന് 41 ദിവസമായി ഇവിടെ വിശപ്പിൻ്റെ വിളിയോടുകൂടി ഇവിടെ സമരം ചെയ്യുവാണ്. ഞങ്ങളെ കാണാനായിട്ടുള്ള ആ മനസ്സ് മുഖ്യമന്ത്രിക്കില്ലെങ്കിലും ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും, കേരളത്തിലെ ലോകത്തിലെ മുഴുവൻ ജനങ്ങളും ഞങ്ങളെ ഇവിടെ വന്ന് സന്ദർശിക്കുന്നുണ്ട്, ഞങ്ങളുടെ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ഞങ്ങളെ സഹായിക്കേണ്ട വിധത്തിൽ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് സമയം കിട്ടിയില്ലായിരിക്കാം, ഒരുപാട് തിരക്കുള്ള ആളല്ലേ. ഈ മന്ത്രിമന്ദിരത്തിൽ നിന്ന് ഇവിടെ വരാൻ ഇനിയും ദിവസങ്ങളെടുക്കും.
അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. 24-ാം തീയതി ഇവിടെ ഒരു മഹാസംഗമം നിങ്ങൾ സംഘടിപ്പിക്കുകയാണ്. സമരം മുറകളെല്ലാം മാറുകയാണ്. അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് അതിനെക്കുറിച്ച്? ഞങ്ങൾ ഈ 3 പേര് ഇവിടെ കിടന്നിട്ടും ഇതുവരെ ഞങ്ങൾക്ക് അനുഭാവപൂർണ്ണമുള്ള ഒരു മറുപടിയോ നടപടിയോ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കഴിയുന്നത്ര പേര് ഇവിടെ മുഴുവൻ ആശാവർക്കർമാരും അടുത്ത ഘട്ടത്തിലേക്കുള്ള ഉപവാസത്തിന് തയ്യാറായി നിൽക്കുകയാണ്. അത് അനിശ്ചിതകാലമാണോ ഇല്ലയോ എന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടില്ല നേതൃത്വം. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ സാഹചര്യം അനുസരിച്ച് ചെയ്യും. തീർച്ചയായിട്ടും ഇവർ പറയുന്നത് പോലെ 24-ാം തീയതി വേറിട്ടൊരു സമരമുഖമായിരിക്കും ഇനി സർക്കാർ അങ്ങോട്ട് കാണാൻ പോകുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ 41 ദിവസമായി. ഇനി തുടർച്ചുള്ള ദിവസങ്ങളിലും ഇതുപോലെ തന്നെ സമരമുഖങ്ങളെല്ലാം മാറിക്കൊണ്ട് തന്നെയിരിക്കും. ഇനി വ്യത്യസ്തമായ സമര പരിപാടികൾ നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി, ധനമന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും ഈ സർക്കാർ തന്നെ ഒരു പുതിയൊരു ആശമാരെ ഇനി മുതൽ അവർ കാണുമെന്ന് ഇവർ ഉറക്കെ പറയുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം അവസാനിപ്പിക്കണം, മുഖ്യമന്ത്രി കണ്ണു തുറക്കണം. എന്നിട്ടും അവർക്ക് പ്രതീക്ഷയുണ്ട് തങ്ങളുടെ ഈ സമരപ്പന്തലിലേക്ക് മുഖ്യമന്ത്രി വരും, എപ്പോഴെങ്കിലും വരും. അദ്ദേഹത്തിന് ചെന്നൈയിൽ പോകാൻ സമയമുണ്ടായി, അതുപോലെ തന്നെ ഇവിടെയും ഒരു നാൾ വരും എന്നുള്ളൊരു പ്രതീക്ഷ അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പല മന്ത്രിമാരും അതുപോലെ പല പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നിരവധി പേർ ഇവിടെ എത്തി ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. എന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ പ്രതിനിധി എന്നൊരു നിലയിൽ ഒരു മന്ത്രി പോലും, വീണ ജോർജ് പോലും ഈ ഒരു സമരപ്പന്തലിലേക്ക് എത്തി നോക്കാൻ കൂട്ടാക്കാത്തതെന്നൊരു ചോദ്യം കൂടി ഇവർ ഉന്നയിക്കുകയാണ്. മഴയത്ത് നനയാതിരിക്കാൻ ടാർപോളിനൊക്കെ വലിച്ചു കെട്ടിയിട്ടാണ് ഇവർ ഇരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്, നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. അവരാണ് ഇവിടെ സമരം ചെയ്യുന്നത്. ഇന്നലെ സമരം ചെയ്ത ഒരാൾക്ക് തികച്ചും വയ്യാണ്ടായി. അവരിപ്പോൾ സമരപ്പന്തലിൽ മാറി വേറൊരാൾ സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ നിരവധി പേർക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം സമരത്തിലേക്ക് എത്താൻ സാധിക്കാതെ. എന്നാൽ അവരുടെ എല്ലാം ഒരു ദൃഢനിശ്ചയം എന്ന് പറയുന്നത് ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. മരണം വരെ ഈ ഒരു സമരം, അനിശ്ചിതകാല സമരം അവർ നിൽക്കുക തന്നെ ചെയ്യും. എന്തായാലും തങ്ങളുടെ ന്യായമായ ആവശ്യം, ഓണറേറിയം വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ള ന്യായമായ ആവശ്യങ്ങൾ എങ്ങനെയായാലും സർക്കാർ അത് തങ്ങളുടെ ആവശ്യങ്ങൾ കണ്ട് അതിനൊരു തീരുമാനം എടുക്കുന്നത് വരെ ഈ ഒരു സമരപ്പന്തലിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല എന്ന് ഊന്നി പറയുകയാണ് വീണ്ടും ആശമാർ നമ്മോടൊപ്പം. കെ പി ശ്രീനന്ദിയാണ് സെക്രട്ടറിയേറ്റിന് മുന്നിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.